അപ്പോൾ ഇതാണ് കൂട്ടുകാരെ എൻ്റെ എല്ലക്കല്ലിലെ വീട്. ഇവിടെയാണ് ഞാൻ വളർന്നതും പഠിച്ചതുമൊക്കെ. ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന വീട്. ഇരിക്കുന്ന കേട്ടോ എൻ്റെ വല്യമ്മച്ചി. അച്ഛൻ ജോലിക്ക് വേണ്ടി ബോംബെയിൽ പോയപ്പോൾ ഞാൻ വല്യച്ചാച്ചൻ്റെയും വല്യമ്മയുടെയും കൂടെ നിന്നാണ് വളർന്നത്. 10ാം ക്ലാസ്സിലായിരുന്നപ്പോൾ വല്യച്ചാച്ചൻ മരിച്ചുപോയി. പിന്നെ അമ്മയും ഞാനും പിന്നെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ബോംബെയിൽ നിന്ന് തീർത്ത് ഇങ്ങോട്ട് വന്നേ. ഇപ്പോൾ വീടിൻ്റെ മുകൾ ഭാഗത്തൊരു സിറ്റി ഉണ്ട്. അവിടെ കടയൊക്കെ ഇട്ട് അച്ഛനും അമ്മയും ഇരിക്കുകയാണ്. ഇതാട്ടോ വല്യമ്മച്ചി. കയറിപ്പോകുന്ന എൻ്റെ സ്വന്തം പുത്രൻ ഇമിനാദം. വീടിൻ്റെ മറ്റേതായിട്ട് ഒരു തെങ്ങും ഒരു പ്ലാവും ഉണ്ട്. രണ്ടും ബഡായ അതെന്ന് പറഞ്ഞ് അച്ഛൻ കൊണ്ട് വെച്ചതാണ്. ഇപ്പോൾ ഒക്കെ വലിയ മരങ്ങളായിപ്പോയേ. വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു വലിയ ചെറിയ കപ്പളമാണിത്. എൻ്റെ തൊട്ടടുത്ത് ഒരു മുരിങ്ങ ചെടിയുണ്ട്. കണ്ടോ, വീടിൻ്റെ മുറ്റത്തൊക്കെ ഇപ്പോൾ ഏലം നട്ടിരിക്കുകയാണേ. പിന്നെ ഈ തുണിയൊക്കെ ഇട്ട് മൂടിയിരിക്കുന്ന ഈ സ്കൂട്ടർ കണ്ടോ, ഇതിലാണ് ഞാൻ ആദ്യമായിട്ട് സ്കൂട്ടർ ഓടിച്ച് പഠിച്ചത്. ആദ്യമായിട്ട് ഓടിച്ച സ്കൂട്ടർ വണ്ടി ഇതാണ്. ഇത് വീടിനടുത്ത് ചേർന്നൊരു ചെറിയ കടയാണ്. കൊറോണ കാലത്ത് ഞങ്ങൾ കച്ചവടം നടത്തിയത് ഇവിടെയാണ്. മുകളിലത്തെ കഴിയുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഞാനും അനിയനും കൂടെ വിൽക്കുമായിരുന്നു. അപ്പോൾ കുറേ തൊഴിലുറപ്പുകാരും ഹിന്ദിക്കാരും ഒക്കെ വന്ന സാധനങ്ങൾ മേടിക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ എല്ലാം ഏലം നട്ടിരിക്കുകയാണ്. ഇവിടെയൊന്നും ഏലമൊന്നും ഇല്ലായിരുന്നു. ഇവിടെ കൊക്കോ ഉണങ്ങുന്നൊരു സ്റ്റോറായിരുന്നു. അത് കത്തിപ്പോയ പിന്നെ ഇവിടെ ഏലമാണ് മൊത്തം നട്ടിരിക്കുന്നത്. ഇത് വേണ്ട താഴോട്ട് ഉള്ള വഴി ഒരു കാന്താരിയൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ കറ്റാറ് വാഴ, ഇത് ഒരു വാഴ, ഏത്തവാഴ കുലച്ച് നിൽപ്പുണ്ട്. ഏത്തവാഴ കൊല പൂവിട്ട് നിൽക്കുന്നതൊക്കെ കണ്ടോ, ഇത് മനോഹരം അല്ലേ. ഇത് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാൻ കൂട്ടിയ വിറകടുപ്പാണേ. ഇനി ഒരു തക്കാളി ചെടി കണ്ടോ, തക്കാളിയൊക്കെ ആയിട്ട് നല്ല സുന്ദരി പെണ്ണായിട്ട് നിൽക്കുന്നേ കണ്ടോ. തക്കാളികൾ നല്ല പച്ച തക്കാളികൾ നിറച്ച് കായ്ച്ച് കിടപ്പുണ്ടേ. ഇതെന്ത് സംഭവം എന്നറിയില്ല കേട്ടോ. മത്തനാണോ വെള്ളരിയാണോ കുമ്പളമാണോ ഒന്നും അറിയില്ല. എന്തായാലും ഉണ്ടാകുമ്പോൾ കാണാം. കായൊക്കെ വന്നിട്ടുണ്ട് ചെറുതായിട്ട്. ഇതാട്ടോ വീട്ടിലേക്ക് കയറി പോകുന്ന വഴി. കഴിഞ്ഞ ദിവസം വീട് ചെന്നപ്പോൾ ചുമ്മാ ഞാനൊരു വീഡിയോ എടുത്ത് ഇട്ടതാണ്. വീടിൻ്റെ ഫ്രണ്ട് വശം ഒരു വലിയ കല്ലുകൊണ്ടുള്ള കെട്ടാണ്. ഒരു 3-4 ലക്ഷം രൂപയായൊരു കെട്ടായത്. ഇതിൻ്റെ അടുത്തായിട്ടൊരു പേര നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വർഷങ്ങളായി ആ പേരയ്ക്ക് വേറെ ഏതൊരു കളറായി. ഇതുവരെ കായുമില്ല, പൂവുമില്ല. ഇവിടുന്ന് കരിമ്പിൻ്റെ തണ്ട് കൊണ്ടുവന്ന് വെച്ച് വളർന്ന് വലുതായതാണ്. കണ്ടോ, കരിമ്പിൻ ചെടി കെട്ടിൻ്റെതായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു ചെറിയൊരു പോക്കറ്റ് റോഡാണ് പോകുന്നത്. അവിടെ നേരത്തെ ടാറിങ് ഒക്കെ പോയപ്പോൾ ഇപ്പോൾ അത് കോൺക്രീറ്റ് ഇട്ടിരിക്കുകയാണ്. നമ്മുടെ ഏവൻകുട്ടി ഇതിലൂടെ ചുമ്മാ ഓടി കളിക്കുന്നതായിട്ടൊക്കെ കാണാൻ പറ്റുന്നേ. കമ്പൊക്കെ എടുക്കുന്നുണ്ടേ. ഇത് നമ്മൾ തൊട്ടടുത്തുള്ള ഒട്ടോച്ചേൻ്റെ മിൻസി ചേച്ചിയുടെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഇച്ചിരി കയറ്റമുണ്ട്. ഇവിടെ കുരുമുളകൊക്കെ പറിച്ച് തോന്നുന്നു കേട്ടോ. ഇതുണ്ടോ, കുരുമുളകൊക്കെ ഓരോ ചാക്കിക്കൂടെ ഇങ്ങനെ പറിച്ച് അത് മെതിച്ച് കുരുമുളകൊക്കെ ഇങ്ങനെ ഓരോ ചാക്കിക്കൂടെ വെച്ചേക്കുവാണ്. മൊത്തം മെതിച്ച് തീർന്നിട്ടില്ല, കുറച്ച് മെതിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ മെതിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. കണ്ടോ കുരുമുളക്. ഇതാണ് കേട്ടോ എൻ്റെ അനിയത്തിക്കുട്ടി. പേര് ഇഗന്തിക. വീട്ടിലെ ഈയാന്നാട്ടോ വിളിക്കുന്നത്. ഇമിനാദം, അതിന് നിങ്ങൾക്ക് അറിയാമല്ലോ. കണ്ടോ, രണ്ടുപേരും കൂടെ മണ്ണിൽ പണിയാണേ.